ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പം നമ്മുടെ സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നുമല്ല, സീസൺ 6മായി ബന്ധപ്പെട്ട കുറച്ച് അലിഗേഷനും കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാം. വേറൊന്നുമല്ല, നമ്മുടെ ബിഗ് ബോസിനുണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റായ സിബിൻ ബിഗ് ബോസിനെതിരെ ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു പ്രസ് മീറ്റും കാര്യങ്ങളും ഒക്കെ സിബിൻ ഇന്ന് നടത്തിയിരുന്നു. ആ ഒരു പ്രസ് മീറ്റ് നടത്താനുണ്ടായ കാര്യം, സിബിൻ ഈ പറയുന്ന ബിഗ് ബോസ് ടീമിന് ഒരു നോട്ടീസ് കൊടുത്തിരുന്നു. അവർക്ക് വേണ്ട ഒരു എക്സ്പ്ലനേഷൻ തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്കൊരു സമയവും കൊടുത്തിരുന്നു എന്നാണ് നമ്മളോട് സിബിൻ പറയുന്നത്. പ്രസ് മീറ്റും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അവരോട് ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ, അതായത് സിബിനെ എന്തുകൊണ്ട് അവിടുന്ന് പുറത്താക്കി, അതുപോലെ എന്തുകൊണ്ട് സൈക്കാട്രിക് മെഡിസിൻ സിബിന് കൊടുത്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അതിനൊരു എക്സ്പ്ലനേഷൻ ഇന്ന സമയത്തിനുള്ളിൽ കിട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സിബിൻ നമ്മുടെ ബിഗ് ബോസ് ടീമിന് ഒരു നോട്ടീസ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു മെയിൽ കൊടുത്തിരുന്നു. എന്നാൽ അവർ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രസ് മീറ്റ് നടത്തി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുമെന്നും അതുപോലെ തന്നെ ഇവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റും രജിസ്റ്റർ ചെയ്യുമെന്നും മുന്നേ സിബിൻ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ബിഗ് ബോസ് സിബിനെതിരെ പല കാര്യങ്ങളും നടത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രിയും കാര്യങ്ങളും നടത്തുമ്പോഴും തിരികെ വിളിക്കാതെ ഇരിക്കുന്നതും. എന്തായാലും അവരുടെ സൈഡിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ സിബിന് കിട്ടാത്തത് കൊണ്ട് തന്നെ ആകണം ഇന്നൊരു പ്രസ് മീറ്റ് വിളിക്കുകയും അഖിൽ മാരാരെ പോലെയുള്ളവരും അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം ഓൺലൈൻ മീഡിയാസും അതുപോലെ തന്നെ പല മാധ്യമ രംഗത്ത് നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ സിബിൻ ഇങ്ങനെയുള്ള നമ്മുടെ ബിഗ് ബോസിനെതിരെ അല്ലെങ്കിൽ ബിഗ് ബോസിൽ നടക്കുന്ന ചതികിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ പുറത്ത് തുറന്നു പറയുന്നത്. അപ്പം ബിഗ് ബോസ് ടീമിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഷോയ്ക്കെതിരെയല്ല, ഷോയ്ക്കുള്ളിൽ ഉള്ള പല പ്രമുഖർക്കുമെതിരെയാണ് ഇവർ നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. സിബിനെ അവിടെ തടങ്കലിൽ പാർപ്പിച്ചുവെന്നും അതുപോലെ തന്നെ ആവശ്യമില്ലാതെ പുറത്താക്കിയെന്നും അതുപോലെ സൈക്കാട്രിക് മെഡിസിൻ കൊടുത്തുവെന്നും, അതായത് വീഡിയോ റെക്കോർഡിൽ കൂടെ മാത്രം കൺസൾട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക് മെഡിസിൻ സിബിന് കൊടുത്തുവെന്നും അതുപോലെ തന്നെ ആവശ്യമില്ലാതെ അവിടെ ഒരു റൂമിൽ അടച്ചിട്ടുവെന്നും വീട്ടുകാരെ പോലും തെറ്റിദ്ധരിപ്പിച്ചു അനാവശ്യമായ ഇൻഫോർമേഷൻസ് വീട്ടുകാർക്കും അതുപോലെ തന്നെ കൂട്ടുകാർക്കും കൊടുത്തുവെന്നും, അതിനോടൊപ്പം തന്നെ സിബിനോട് കയറുന്നതിന് മുമ്പ് കൂടുതൽ ദിവസങ്ങൾ അവിടെ നിർത്താൻ വേണ്ടി കൊടുക്കുന്ന സാലറിയിൽ നിന്നും 50% വരെ അവർ ആവശ്യപ്പെട്ടുവെന്നുമുള്ള അലിഗേഷൻസ് ആണ് സിബിൻ ഇപ്പോൾ അവർക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിബിനെ ഫോളോ ചെയ്തുവെന്നും അവരുടെ ഗുണ്ടാ സംഘങ്ങൾ ഫോളോ ചെയ്തുവെന്നും അതുപോലെ തന്നെ സിബിൻ്റെ അമ്മയെ ഈ പറയുന്നത് പോലെ ഒരു കാറിൽ വന്ന് ആക്സിഡൻ്റ് ആക്കിയെന്നും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഇതിനെതിരെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ശക്തമായ അലിഗേഷൻസ് ആണ് ബിഗ് ബോസിനെതിരെ സിബിൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ മികച്ച ഒരു തീരുമാനം തന്നെയാണ്. പലരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിനെതിരെ ശബ്ദമുയർത്താനോ ഇതിനെതിരെ സംസാരിക്കാനോ മുന്നോട്ട് വന്നിട്ടില്ല. കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മീഡിയ രംഗത്താണെന്നുണ്ടെങ്കിലും ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ ബിഗ് ബോസ്, എൻ്റെ മോൾ ഷൈൻ, അങ്ങനത്തെ ഒരു വമ്പൻ ടീമുമായിട്ട് മുട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ ശക്തരായവരും അതുപോലെ കപ്പാസിറ്റി ഉള്ളവർക്കും മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം അവരെ പേടിച്ച് തന്നെയാണ് മറ്റു പലരും ശബ്ദമുയർത്താതെ പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും. അപ്പം അഖിൽമാരും പല ആരോപണങ്ങളും ബിഗ് ബോസിനെതിരെയും അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പലർക്കുമെതിരെയും ഉന്നയിച്ചിരുന്നു. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാണ്. കുറേ പേർ ഇതിനെ സപ്പോർട്ട് ചെയ്തു, കുറേ പേർ എതിർത്ത് നിന്നു. അപ്പം എന്താണെങ്കിലും നമുക്കിപ്പോൾ നിലവിൽ ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പ്രകാരം സിബിൻ ഇത് ശക്തമായി തന്നെ മുൻപോട്ട് നിയമപരമായി തന്നെ നേരിടാൻ മുൻപോട്ട് പോകുന്നുവെന്ന് തന്നെയാണ്. അപ്പം സോഷ്യൽ മീഡിയകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രസ് മീറ്റിൽ ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്നും. അപ്പം എന്താണെങ്കിലും ബിഗ് ബോസിനെതിരെ ഇതിന് മുൻപും ഈ ഒരു ബിഗ് ബോസ് ടീമിനെതിരെ, ബിഗ് ബോസ് ഷോയ്ക്കെതിരെയോ ടീമിനെതിരെയോ അല്ല ഇവർ പറയുന്നത്, ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് മുൻനിരയിലുള്ള ആൾക്കാർക്കെതിരെയാണ്. ഇതിനുള്ളിൽ കാശ് വാങ്ങിയും അതുപോലെ തന്നെ ഇതിലേക്ക് കയറ്റുന്നവരുടെ സാലറിയിൽ നിന്ന് പകുതി ആവശ്യപ്പെട്ടുകൊണ്ടും അവർക്ക് ഫേവറിസം കാണിക്കാൻ വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ടും അവർ തമ്മിലൊരു എന്താ പറയുന്ന മാച്ച് ഫിക്സിംഗ് എന്ന രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടും അവരെ മുന്നോട്ടും അവർക്ക് താല്പര്യമുള്ളവരെ മുൻപോട്ട് എത്തിക്കാനും ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോകുന്നതെന്നുള്ള അലിഗേഷൻസും കാര്യങ്ങളും എല്ലാം സിബിൻ ഇപ്പോൾ നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഞാനും ഒരു ബിഗ് ബോസ് ആസ്വാദകൻ എന്ന നിലയിൽ ഇതിനുള്ളിൽ ഇതുപോലെയുള്ള തോന്നിവാസം കാണിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കയറണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കാരണം നല്ലൊരു ഷോയെ ഇങ്ങനെ നശിപ്പിക്കരുത്. നമ്മൾ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആരാധകർക്കെല്ലാം നല്ലൊരു ഷോ നല്ല രീതിയിൽ പോകണമെന്നുണ്ട്. എന്നാൽ ഇതിനുള്ളിൽ ഇതുപോലെ തോന്നിയാസം കാണിച്ച് അവരുടെ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. അവരെല്ലാം അവിടുന്ന് മാറ്റുക തന്നെ ചെയ്യണം. നമുക്കറിയാം മറ്റ് എല്ലാ സീസണുകളിലും എങ്ങനെയായിരുന്നു എന്ന്, അതിനെക്കുറിച്ച് എല്ലാം കഴിഞ്ഞു പോയല്ലോ. ഈ ഒരു സീസണിൽ എങ്ങനെയാണ് ഈ ഒരു ഷോ കൊണ്ടുപോകുന്നത്, സീസൺ 6 തകരാനുള്ള ഏറ്റവും പ്രധാന കാരണം തന്നെ ഇവർക്ക്
ഇവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ കാശ് വാങ്ങിയും അല്ലാതെ എല്ലാം എടുത്ത് ഇവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടി ഫേവറിസം കാണിച്ച് നല്ല കണ്ടസ്റ്റൻസിനെയൊക്കെ പുറത്തേക്ക് പറഞ്ഞയച്ച് നല്ല കണ്ടസ്റ്റൻസിനെയൊക്കെ അടിച്ചമർത്തി അവർ ഈ പറയുന്ന ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അതിനുള്ള സ്ക്രിപ്റ്റുകളും ഗെയിമുകളും ഒക്കെ മുൻപോട്ട് കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഫേവറിസം കാണിച്ച് തന്നെയാണ് ഈ ഒരു സീസൺ തന്നെ നശിച്ച് നാറാണക്കൽ പിടിച്ചിപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു അവസരത്തിലാണ് സിബിനും മുന്നോട്ട് വന്നിരിക്കുന്നത്. സിബിനെ പോലെയുള്ള പലരും മുൻപോട്ട് വരണമെന്നാണ് എൻ്റെയും ആഗ്രഹം. കാരണം ഇതുപോലെയുള്ള ശക്തരായവർക്കെതിരെ പ്രതികരിക്കാൻ സിബിൻ ഇപ്പം നീതി കിട്ടുമോ കിട്ടാതിരിക്കുകയോ തോൽക്കുകയോ എന്തും ചെയ്തു കൊള്ളട്ടെ. എന്താണെന്നുണ്ടെങ്കിൽ സിബിനെ പോലെ ഒരു വ്യക്തി ഇതുപോലെ പ്രസ് മീറ്റൊക്കെ നടത്തി പബ്ലിക്ക് മുന്നിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരിക്കലും എന്താ പറയുന്നത് കാര്യകാരണം ഇല്ലാതെ ആകത്തില്ലല്ലോ. കാരണം ജനങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇത് ആരുടെ സൈഡിലാണ് തെറ്റെന്നും നമ്മൾ പ്രേക്ഷകരും വിസിബിളായിട്ട് എവിഡൻ്റ് ആയിട്ട് ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരുമാണ്. അപ്പം നമുക്കറിയാം ഇതിനകത്ത് കുറച്ചെങ്കിലും സത്യസന്ധമായ കാര്യങ്ങളുണ്ട്, കുറച്ചെങ്കിലൊന്നുമല്ല നല്ലൊരു ശതമാനവും സത്യസന്ധമായ കാര്യങ്ങളുണ്ട്. സിബിനോട് നല്ല രീതിയിൽ നീതികേട് കാണിച്ചിട്ടുമുണ്ട്. സിബിനോട് മാത്രമല്ല മറ്റു പലരോടും. സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് സിബിന് വേണ്ടി മാത്രമല്ല ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് വേണ്ടിയും അതുപോലെ തന്നെ അവിടുന്ന് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടിയുമാണ് സംസാരിക്കുന്നത്. അതിന് ആരെങ്കിലുമൊക്കെ മുൻപോട്ട് വരണമല്ലോ. അപ്പോൾ കുറേ പേര് സിബിനെതിരെ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. സിബിന് ഭ്രാന്താണെന്നും വട്ടാണെന്നും അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ദേഷ്യവും ചുരുക്കവും ഒക്കെയാണ് തീർക്കുന്നതെന്നും ഒക്കെ പലരും പറഞ്ഞു വിടുന്നുണ്ട്. അവരോടൊന്നേ ചോദിക്കാനുള്ളൂ, അങ്ങനെ ഇതുപോലെ ബിഗ് ബോസ് പോലെന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ ഷൈൻ പോണക്കുള്ള ഒരു ബിഗ് ടീമിനെതിരെ വന്ന് നിന്ന് സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ആരെങ്കിലും വന്ന് സംസാരിക്കുമോ? അതുപോലെ അവിടുന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ കൊടുത്ത മെഡിസിൻ ഉൾപ്പെടെയുള്ള തെളിവുകളടക്കം കോൾ റെക്കോർഡ്സും ഭീഷണിപ്പെടുത്തിയ കോൾ റെക്കോർഡ്സും അതുപോലെ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച കാറിൻ്റെ നമ്പർ, ഫോളോ ചെയ്ത കാറിൻ്റെ നമ്പർ, ഫോട്ടോ അടക്കം തൊട്ടുപുറകെ ഫോളോ ചെയ്ത ആളുടെ ഫോട്ടോ അടക്കമല്ലേ സിബിൻ തെളിവുകളടക്കമാണ് മുൻപോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോകാനുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും ബിഗ് ബോസ് തീരാൻ പോകുന്ന ഈ ഒരു സമയത്ത് മുൻപോട്ട് പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു സീസണോടെ നമുക്കറിയാൻ സാധിക്കും. ഇതൊരു ശക്തമായ രീതിയിൽ മുൻപോട്ട് പോകുകയാണ്. നല്ല രീതിയിൽ നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും നല്ലൊരു സീസൺ ഇനിയുള്ള അവസരങ്ങളിലെങ്കിലും വരും. ഇതുപോലെയുള്ള എന്താ പറയുന്നത് ഒരു സീസണെ നശിപ്പിക്കുന്ന കുറേ ആൾക്കാർ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നീക്കം ചെയ്യാനും സഹായിക്കും. എന്തായാലും സിബിൻ ശക്തമായ രീതിയിൽ തന്നെ മുൻപോട്ട് പോകട്ടെ. ഇതുപോലെയുള്ള എന്താ പറയുന്നത് ഒരു ഷോയെ നശിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സീസൺ കൊണ്ട് തന്നെ അവരുടെയൊക്കെ അന്ത്യം കുറിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ പറയാം.